സമവാക്യങ്ങൾ പഠിച്ചു. ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. 2 ട്രാൻസ്ഫോമറിന്റെ സമവാക്യങ്ങൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വോൾട്ടേജ് റിലേറ്റഡ് വൺ ഇക്വേഷൻ ആൻഡ് അനദർ വൺ ഈസ് വോൾട്ടേജ് ആൻഡ് കറന്റ് റിലേറ്റഡ് ഇക്വേഷൻസ്. ദാറ്റ് ഈസ് Vs by Vp is equal to Ns by Np and Vs by Vp is equal to Ip by Is. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും റിലേറ്റ് ചെയ്തിരിക്കുന്ന സമവാക്യം, വോൾട്ടേജും കറണ്ടും പരസ്പരം കോറിലേറ്റ് ചെയ്തിരിക്കുന്ന സമവാക്യങ്ങൾ. ഈ 2 സമവാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഇന്ന് സോൾവ് ചെയ്യാം. അപ്പം ഓരോരോ പ്രോബ്ലംസും എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് അത് ഒരു ടേബിൾ ഉണ്ട് അല്ലേ? അപ്പൊ ആ ടേബിളിന്റെ കുറച്ച് ഭാഗങ്ങൾ ഓരോരോ ഭാഗങ്ങൾ ബ്ലാങ്ക് ആയിട്ടുണ്ട്. അപ്പം ആ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഓരോരോ ഭാഗങ്ങൾ ബ്ലാങ്ക് ആയി കിടക്കുന്നത്. ഇതില് പ്രൈമറി കോയില്, സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞിട്ട് 2 കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് NP, പ്രൈമറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ്, അതുപോലെ വോൾട്ടേജ് VP. പിന്നെ സെക്കൻഡറി കോയിലാണെങ്കിൽ സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് NS, സെക്കൻഡറി കോയിലിലെ വോൾട്ടേജ് VS എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നോക്കാം. ഒന്നാമത്തേല് NP 500 തന്നിട്ടുണ്ട്. അതുപോലെ VP 10 വോൾട്ട് തന്നിട്ടുണ്ട്. NS 2500 തന്നിട്ടുണ്ട്. നമുക്കതിൽ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? VS ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് VS എങ്ങനെ കണ്ടുപിടിക്കുന്നതിൽ നോക്കാം. അപ്പൊ തന്ന ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ടേബിൾ നോക്കിക്കഴിഞ്ഞാല് അതിൽ നമുക്ക് NP തന്നിട്ടുണ്ട് അല്ലെ? NP is equal to 500 അത് നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് 500 തന്നിട്ടുണ്ട്. അതുപോലെ പ്രൈമറിയിലെ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. VP is equal to 10 വോൾട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡറിയിലെ കാര്യത്തിൽ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാന്ന് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് NS എന്നുള്ള ലെറ്ററിനെ കൊണ്ട് സൂചിപ്പിക്കും. അപ്പൊ NS is equal to 2500 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞ എന്താണ്? VS ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് പ്രൈമറിയിലെ വോൾട്ടേജ്, സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലെ വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ നമ്പർ ഓഫ് ടേൺസും വോൾട്ടേജും തമ്മിൽ പരസ്പരം കോറിലേറ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഏതാണ് ഇക്വേഷൻ? VS by VP is equal to NS by NP. അപ്പൊ ഇതില് നമുക്ക് തന്ന ഗിവൺ ഡാറ്റാസിൽ നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പം VS by VP നമുക്ക് തന്നിട്ടുണ്ട് 10 is equal to NS 2500 divided by NP 500. ഇനി ഇക്വാലിറ്റി സൈൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഉള്ളതിനെ നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ ന്യൂമറേറ്റർ ഇതിന്റെ ഡിനോമിനേറ്റർ ആയിട്ട്, അതുപോലെ ഇതിന്റെ ഡിനോമിനേറ്റർ ഇതിന്റെ ന്യൂമറേറ്റർ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് VS into 500 is equal to 2500 into 10. ഇതിൽ നമുക്ക് VS ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ VS is equal to 2500 into 10 divided by 500. അപ്പോൾ നോക്കിയാൽ 2 0 നമുക്ക് ഈ 2 0 കട്ട് ചെയ്യാം. 5 25 5 പ്രാവശ്യം പോകും. അപ്പം 5 into 10 is equal to 50 വോൾട്ട്. അപ്പം സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ് കിട്ടുന്നത്? 50 വോൾട്ട് ആണ് സെക്കൻഡറി. അപ്പോൾ VS ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. VS നമുക്ക് കിട്ടിയ എത്രയാണ്? 50 വോൾട്ട് ആണ് കിട്ടുന്നത്. ഇതാണ് ഒന്നാമത്തെ കോളം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ VS എന്നുള്ള സ്ഥലത്ത് എത്ര എഴുതണം? 50 വോൾട്ട് എന്ന് എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് NP തന്നിട്ടില്ല. രണ്ടാമത്തെ കോളം നോക്കിക്കഴിഞ്ഞാൽ അതിൽ NP ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൽ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? VP തന്നിട്ടുണ്ട്. VP എത്രയാണ് തന്നത്? VP is equal to 100 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സെക്കൻഡറി കോയിലിലെ നമ്പർ ഓഫ് ടേൺസ് NS നമുക്ക് തന്നിട്ടുണ്ട്. NS is equal to 800 തന്നിട്ടുണ്ട്. അതുപോലെ VS നമുക്ക് തന്നിട്ടുണ്ട്. VS is equal to 25 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് NP ആണ്.
സെയിം ഇക്വേഷൻ തന്നെ വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നുള്ള ഈക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് തന്ന കാര്യങ്ങൾ കൊടുക്കാം. വി എസ് നമുക്ക് തന്നിട്ടുണ്ട് 25. അപ്പോൾ 25 ഡിവൈഡഡ് ബൈ വി പി 25 ഡിവൈഡഡ് ബൈ വി പി 100 ഇസ് ഈക്വൽ ടു എൻ എസ് 800 ഡിവൈഡഡ് ബൈ എൻ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൻ പി ആയിട്ട് തന്നെ എഴുതാം. എന്നിട്ട് ക്രോസ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ഗുണിക്കുക. ക്രോസ് ആയിട്ട് ഗുണിക്കുന്ന സമയത്ത് എൻ പി ഇൻറ്റു 25 എൻ പി ഇൻറ്റു 25 ഈസ് ഈക്വൽ ടു 800 ഇൻറ്റു 100. അപ്പോൾ എൻ പി മാത്രം നമുക്ക് ഇവിടെ വെക്കാം. അപ്പോൾ ഇൻറ്റു 25 ഡിവൈഡഡ് ബൈ 25 ആയിട്ട് മാറും. അപ്പോൾ 800 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25. 25 100ൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം പോകും. അപ്പോൾ 4 ഇൻറ്റു 800 4 ഇൻറ്റു 800 3200 ടേൺസ്. അപ്പം ഈ ട്രാൻസ്ഫോമറിന്റെ പ്രൈമറിയിൽ 3200 ടേൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ എൻ പി എന്നുള്ള സ്ഥലത്ത് എത്ര എഴുതണം? 3200 എഴുതണം. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്തതിൽ നമുക്ക് അടുത്ത കോളത്തിൽ എൻ പി നമുക്ക് തന്നിട്ടുണ്ട്. എൻ പി ഈസ് ഈക്വൽ ടു 600 തന്നിട്ടുണ്ട്. അതുപോലെ വി പി ആണ് നമുക്ക് അടുത്ത കോളത്തിൽ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പം വി പി നമുക്ക് കണ്ടുപിടിക്കണം. അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് സെക്കൻഡറി കോയിലെ എൻ എസ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 1800 തന്നിട്ടുണ്ട്. അതുപോലെ വി എസ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. സെക്കൻഡറിയിലെ വോൾട്ടേജ് 120 വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രൈമറിയിലുള്ള വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സെയിം ഇക്വേഷൻ തന്നെ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് വോൾട്ടേജ് വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി. ഇതേ ഇക്വേഷൻ നമുക്ക് ഗിവൺ ഡാറ്റ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി എസ് 120 ഡിവൈഡഡ് ബൈ വി പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വി പി ആയിട്ട് തന്നെ കിടക്കട്ടെ. എൻ എസ് 1800 ഡിവൈഡഡ് ബൈ എൻ പി 600. സോ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി പി ഇൻറ്റു 1800 ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു 120. So Vp is equal to 600 into 120 divided by 1800. ഇവിടെ നമുക്ക് 2 0 ഈ 2 0ൽ കട്ട് ചെയ്യാം. 6ൽ 1 ടൈംസ് 6 18ൽ 3 ടൈംസ്. Then this 3ൽ 1 ടൈം 120ൽ 40 ടൈംസ്. So Vp is equal to 40 വോൾട്ട്. അപ്പോൾ നമ്മളെ വി പി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര കിട്ടും? 40 വോൾട്ട് എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ റെഡ്യൂസ് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. 6ൽ ഒരു പ്രാവശ്യം, 6 18ൽ 3 6 18. അപ്പോൾ 3 പ്രാവശ്യം പോകും. ഈ 3 12ൽ 4 പ്രാവശ്യം പോകും. ഒരു 0 ഇട്ട് 40 പ്രാവശ്യം 120ൽ 40 പ്രാവശ്യം പോകും. അപ്പം വി പി പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 40 വോൾട്ട്. അപ്പോൾ ഈ 40 വോൾട്ട് എന്നില്ലാണ് നമ്മുടെ ടേബിളിൽ ഫിൽ ചെയ്യേണ്ട വാല്യൂ. അടുത്ത കോളം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ എൻ പി നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 12,000 അല്ലേ? 12,000. അതിന് വി പി തന്നിട്ടുണ്ട് 240 വോൾട്ട് തന്നിട്ടുണ്ട്. എൻ എസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. വി എസ് നമുക്ക് തന്നിട്ടുണ്ട് 12 വോൾട്ട് തന്നിട്ടുണ്ട്. ഇക്വേഷനൊക്കെ സെയിം തന്നെയാണ്. വി എസ് ബൈ വി പി ഈസ് ഈക്വൽ ടു എൻ എസ് ബൈ എൻ പി എന്നുള്ള ഇക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എൻ എസ് ആണ്. സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഗിവൺ ഡാറ്റാസ് നമുക്ക് ഇതിൽ കൊടുക്കാം. വി എസ് 12 ഡിവൈഡഡ് ബൈ
വി പി 240 is equal to NS നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ NS keep it as, then NP is equal to 12,000. ക്രോസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. NS into 240 ഇവിടെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഏത് വശത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കണ്ടുപിടിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഈ ഭാഗത്തുള്ള തന്നെ എഴുതുന്നത്. NS into 240 is equal to 12,000 into 12. NS is equal to 12,000 into 12 divided by 240. ഇപ്പോൾ ഇവിടെ 0 കട്ട് ചെയ്യാം. 12 1 times, 24 2 times, then 12 6 times, ഇവിടെ 2 0. അപ്പം 1200 600 times. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി എത്രയാണ് കിട്ടുക? NS is equal to 600 ടേൺസ്. സെക്കൻഡറിലെ നമ്പർ ഓഫ് ടേൺസ് എത്രയാണ്? 600. ഇതാണ് നമ്മൾ ആ ടേബിളിൽ ഫില്ല് ചെയ്യേണ്ട ഭാഗത്ത് എഴുതുന്നത്. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഈക്വൽ ടു 600. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പട്ടികയിലെ ബ്ലാങ്ക് ആയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പം എല്ലാ ഇക്വേഷൻ 4 പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ തന്നെയാണ്. VS/VP ഈസ് ഈക്വൽ ടു NS/NP എന്ന് പറഞ്ഞ സെയിം ഇക്വേഷൻ. വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും കോറിലേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ 4 പ്രോബ്ലംസും ചെയ്തത്.